യമനിലെ നിയമവ്യവസ്ഥ അനുസരിച്ചിട്ട് അവിടെ ശരീഅത്ത് നിയമമായതുകൊണ്ട് ഇനി ഒരു നല്ല മനുഷ്യ സ്ത്രീയായി ജീവിക്കാൻ അവൾക്കൊരു അവസരം കൊടുക്കണം. അത് മാത്രമല്ല ഇവിടെ ചെയ്യുന്നുള്ളൂ. അതിന് കാരണക്കാരനായി അവസാനത്തെ എല്ലാ ആശ്രയവും എല്ലാം കഴിഞ്ഞപ്പോൾ ഇവിടെ AP ഉസ്താദിനെ ചുമതലപ്പെടുത്തുന്നു. അല്ല, അദ്ദേഹം അത് ഏറ്റെടുക്കുകയാണ്. ഇന്ന് അദ്ദേഹം കൂടി ഒരു എന്താ പറയുക ഇവിടെ ഭീകരനാണ്, ഹൂത്തി ഭീകരനാണ്, അല്ലെങ്കിൽ ഹൂത്തി ഭീകരന്മാരുമായിട്ട് എന്ത് ഭീകരത്തിലാണ് ഇവിടുത്തെ സംഘികളോട് അല്ലെങ്കിൽ ഇവിടുത്തെ ബാക്കിയുള്ള ജമാഅത്തെ ഇസ്ലാമിയോട് മറ്റുള്ളവരോട് ഈ പറഞ്ഞ ഹൂത്തികൾ കാണിച്ചത്? എന്താ കാണിച്ചത്? ഇപ്പോൾ കുറെ കാലം മുമ്പ് ഒരുത്താൻ 10-40 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ രക്ഷപ്പെടൂ, ഇതേ മരണപ്പെടാൻ പോകുന്ന 2 പിഞ്ചു കുട്ടികളുണ്ട്, ബുദ്ധിമുട്ടാണ്, ആനയാണ് ചേനയാണ് എന്നൊക്കെ പറഞ്ഞിരുന്ന ഒരുത്തനുണ്ടായിരുന്നു. അവൻ ഇന്ന് നിമിഷപ്രിയ തൂക്കിക്കൊല്ലായിട്ട് അടക്കുകയാണ്. അല്ല, ഞാൻ ആലോചിക്കുന്നത്, ഞാനായാലും നിങ്ങളായാലും ഇത്തരത്തിലുള്ള അവസ്ഥകളിലൂടെ കടന്നു പോകാം. ചിലപ്പോൾ അറിയാതെ അല്ലെങ്കിൽ അബദ്ധത്തിൽ, അതല്ലെങ്കിൽ വേറെ നിവൃത്തിയില്ലാതെ നമുക്ക് പല തെറ്റുകളും നമുക്ക് ചെയ്യാം. പക്ഷെ അതോടുകൂടി നമ്മളങ്ങ് അവസാനിക്കണമെന്നാണ് പറയുന്നത്. രക്ഷപ്പെടാൻ ഒരു അവസരം കിട്ടുന്നുണ്ടെങ്കിൽ ആ അവസരം പ്രയോജനപ്പെടുത്തണ്ടേ?